ചിരിച്ചോ? എന്നെ കണ്ണു കാണിച്ച് ഇറക്കി വിട്ടേച്ച് പ്രിൻസിപ്പളിനോട് ഓതി കൊടുത്തില്ലേ? ഞാൻ ഇറക്കി വിട്ടതൊന്നുമല്ല, അവര് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞായിരുന്നു, കേട്ടില്ലേ? പിന്നെന്തിനാ അവിടെ തന്നെ ഇരുന്നേ? സിസ്റ്റേഴ്സിന്റെ കൂടെ ചേർന്ന് എന്നെ പുറത്താക്കാനല്ലേ? നിന്നെ ആരും പുറത്താക്കില്ല കുട്ടി. ഓ, പുറത്താക്കിയാൽ എനിക്കൊന്നുമില്ല. ഇതാണ് അവര് പറഞ്ഞ നിന്റെ തട്ടുത്തരവും തിമിരും. മോളെ, അവര് പറഞ്ഞത് നീ പുറം കാലി തൊഴിച്ച് കളയരുത്. അതുകൊണ്ട് നിന്റെ ആവശ്യമില്ലാത്ത കറക്കവും കൂട്ടുകെട്ടും ഒക്കെ നിർത്തി നിന്റെ പാഠപുസ്തകമായിട്ട് ജീവിക്കാൻ നോക്ക്. അല്ലാതെ വല്ല അവന്റെ ഇവന്റെ ഒക്കെ കൂടെ നടന്നാൽ ജീവിതം മുഴുവൻ കരയേണ്ടി വരും. ഞാൻ കണ്ട അവന്റെ ഇവന്റെ പുറകെ നടക്കുമല്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന, എന്നെ സ്നേഹിക്കുന്ന എന്റെ റോയിച്ചായന്റെ കൂടെയാണ് നടന്നത്. അതിന് നിങ്ങൾക്ക് എന്താ? എന്നാലേ നിന്റെ റോയിച്ചായൻ ആളത്ര ശരിയല്ല. അത് തനിക്ക് എങ്ങനെ അറിയാം? പച്ച മാറി ചുവപ്പായി. അപകട സൂചന. ഇനി മുന്നോട്ട് പോയാൽ അപകടം സംഭവിക്കും, അല്ലേ മോളെ? അപകടം സംഭവിക്കില്ലേ? ചില അടയാളങ്ങൾ കണ്ടാൽ അനുസരിക്കണം. What nonsense! എന്താ മിസ്റ്റർ? യു ഷുഡ് ഹാവ് സം മാനേഴ്സ്. സ്ത്രീകളോടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ. അയ്യോ, ഇതാര്? ഐ എം സോറി. ഹായ്. അന്നൊന്ന് കൺഗ്രാറ്റുലേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അന്നത്തെ പെർഫോമൻസ് മനോഹരായിരുന്നു. റിയലി ബ്യൂട്ടിഫുൾ. താങ്ക്സ്. എനിക്ക് മീറ്റ് ചെയ്യണം. ഹലോ. ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. പേര് പറഞ്ഞില്ല. പറഞ്ഞോളൂ. അല്ല, എന്റെ പേരല്ല. ഞാൻ ചോദിച്ചത്. ഓ, എന്റെ പേര് അങ്കിൾ ബൺ. ബൺ? ഓ, ക്യൂട്ട്. യെസ്, ബൺ ബൺ ബൺ. അങ്കിൾ ബൺ. അങ്കിൾ ബൺ. ആന്റിയുടെ പേരെന്താ പറയൂ? ഗീത. ഗീത കൃഷ്ണൻ. ഓ, നിങ്ങളുടെ പേരെന്താ? മരിയ. ആശേ, ചോദിച്ചായപ്പോ
മനസ്സിലായോ? ഞാൻ ആശയുടെ ആരാണെന്നറിയാമോ? കോഴി ചോദിക്കുമ്പോ കൊഞ്ഞനെ കാണിക്കുന്നതാ. എടാ, ഞാൻ അവളുടെ അങ്കിളാ, ചാർലി ചാക്കോ. നിന്റെ പരിപ്പ് എന്റെ വീട്ടിലിട്ട് വേവിക്കാൻ നോക്കരുത്, വേവത്തില്ല. മനസ്സിലായോ? ആശേ, ആശേ, ഞാൻ വിളിച്ചത് നീ കേട്ടില്ലേ? പല പ്രാവശ്യം പല രീതിയിൽ ഞാൻ നിന്നോട് പറഞ്ഞു നിന്റെ പോക്ക് ശരിയല്ലെന്ന്. നീ കേൾക്കുന്നുണ്ടോ? എന്ത് കഷ്ടമാ! എപ്പോ നോക്കിയാലും പുറകെ നടന്നോണ്ട് മനുഷ്യന്. ആയമേ, എന്ത് വേണം? ഈ എണ്ണ എല്ലാം കൂടെ ഇങ്ങനെ തീർത്താലോ? ചെലവാ. എന്നെ ഭരിക്കാൻ വരില്ലേ? നിന്റെ മമ്മി പോലെ എന്നോട് ഇങ്ങനെ പറയില്ല. നീ ആരെയാ ഈ തോപ്പിക്കുന്നത്? എലിയെ തോപ്പിക്കാൻ ഇല്ലത്തിന് തീ കൊടുത്ത? തള്ളേ, ഈ പൈപ്പ് അങ്ങ് നിർത്തിക്കേ, വെള്ളം പോണ കണ്ടില്ലേ? നിലത്ത് നിന്ന് വളരും മോളെ, അങ്ങനെ പൊങ്ങാതെ ഉച്ചിടിക്കും. ഓ, എന്തൊരു പെണ്ണിത്! എന്താടി മുതുക്കി പറഞ്ഞു? ഈശോ, എന്റെ അമ്മച്ചിയെ, അയ്യോ, ഈശോ! എന്താ ആശ, നിനക്ക് ഭ്രാന്തുണ്ടോ? എന്തൊരു മനുഷ്യനാ! നടക്കുന്നു വെറുതെ പുറകെ, സ്വയമായിട്ടിരിക്കാൻ സമ്മതിക്കത്തില്ല. ശല്യം കേറി വന്നിരിക്കുന്നു. ഞാൻ പോകുന്നു. ഞാൻ ആശേ, ആശേ, ദേ ആയമ്മ പോകുന്നെന്ന് നീ ഒന്ന് വിളിക്കേ. ഇല്ല, ഞാൻ വിളിക്കില്ല. നീ ഒരു കാര്യം മറക്കരുത് കുട്ടി. 14 വർഷം എന്റെ കൈ കൊണ്ട് നിനക്ക് പാല് തന്നു. ആ പാലാണ് നീ എന്റെ മുഖത്തൊഴിച്ചത്. ആയമ്മയ്ക്ക് 14 വർഷത്തിന്റെ പ്രതിഫലം നീ തന്നു. ചാർലി, ഞാൻ പോകുന്നു. ആയമേ, നിൽക്കേ ആയമേ, ആയമേ, ആശേ, ആയമേ, ആശേ, നീ വിളിക്കും മോളെ. മോളെ, നീ നന്നാവാൻ വേണ്ടിയാണെന്ന് കരുതിയാ മതി. എനിക്ക് നിന്നെ രക്ഷിക്കണം. എന്നെ നന്നാക്കാൻ നിങ്ങൾ ആരാ? ഓ, നന്നാക്കാൻ വന്നിരിക്കുന്നു. നിങ്ങൾ ആരാ രക്ഷിച്ചിട്ടുണ്ട്? നിങ്ങൾ നശിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. എന്തു പറ്റി ഈ തടിയന്? ഇത്ര കുറച്ച് ആഹാരം മതിയോ? ഗീതേ, കഴിഞ്ഞ 14 വർഷം ദിവസവും ഞാനൊരു ആനയെ തിന്നുമായിരുന്നു. എനിക്കിപ്പോൾ ഈ ജീവിതത്തോട് താല്പര്യം തോന്നി തുടങ്ങിയിരിക്കുന്നു. ഇനിയും എന്റെ ശരീരം വളർന്നുകൂടാ. ഗീതയ്ക്ക് ഞാൻ നല്ലൊരു മാച്ച് ആയിരിക്കണ്ടേ? അയ്യോ ചാർലി, അങ്ങനെ മെലിയണ്ട. എനിക്ക് തടിയനെയാണ് ഇഷ്ടം. സോറി. താങ്ക് യു. ആരാ? ഹലോ, ഞാൻ ബിന്ദു. ഹലോ. നമ്മുടെ ചാർലി ചായന്റെ, ചാർലിക്ക് വേണ്ടി നമ്മുടെ ജെയിംസ് കുട്ടി ചായൻ ഏർപ്പാട് ചെയ്ത കാര്യമാ. ഞങ്ങൾ ഇതുവഴി ടൂറിന് ഇറങ്ങിയപ്പോ ചാർലി ചായനെ ഒന്ന് കണ്ടു കളയാമെന്ന് കരുതി. ബിന്ദുവിനും താല്പര്യമാ. വരൂ ചേച്ചി. അയ്യോ, സമയമില്ല. പിന്നെ 1-2 കാപ്പി കുടിക്കാനുള്ള സമയമേ ഉള്ളൂ. എന്റെ അങ്കിളിന്റെ ഹൃദയം പൂവാ, ചെമ്പരത്തിപ്പൂവ്. എന്റെ ചേച്ചി എല്ലാം കൊണ്ടും ഭാഗ്യവതിയാ. നിങ്ങൾ തമ്മിൽ ശാരീരികമായും മാനസികമായും എന്തൊരു പൊരുത്തമാ. Made for each other. ये तुझे के लिए. അങ്കിളും വലിയ നാണക്കാരനാ. ചേച്ചി ഇത്ര മോഡേൺ ആയിട്ട് മടിച്ചാലോ? നിങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ട പിന്നെന്തിരിക്കുന്നു? ചെല്ലു ചേച്ചി, ചെല്ലുന്നേ. ചെല്ല് ബിന്ദു.
എന്റെ ഈശോ, എന്താവോ? ആരാ? ഞങ്ങള് വേളാങ്കണ്ണി വന്നതാ. അതിന് വേളാങ്കണ്ണി ഇതല്ലല്ലോ. മത്തായി ചേട്ടൻ എല്ലാം പറഞ്ഞില്ലേ? ഏത് മത്തായി ചേട്ടൻ? നിങ്ങളെ ആരാ ഈ മുറിയിലോട്ട് പറഞ്ഞോട്ട്? ആശയെ ഏയ് വിളിക്കണ്ട വിളിക്കണ്ട വിളിക്കണ്ട. ചുണ്ടില് കോപ്പി. ഈ കൂടിക്കാഴ്ച ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. പാവം മത്തായി ചേട്ടൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാ ഒരു വേളാങ്കണ്ണി ടൂർ സംഘടിപ്പിച്ചത്. ഒറ്റയ്ക്കൊരു സ്ത്രീ ചെറുക്കനെ കാണാൻ വരുന്നത് ശരിയല്ലല്ലോ. ഓ, ഈ കാലത്ത് അങ്ങനൊന്നുമില്ല. വന്നാട്ടെ വന്നാട്ടെ വന്നാട്ടെ. എങ്ങോട്ടാ? അതൊക്കെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ. ആ. ഞങ്ങൾ 5 പെമ്മക്കൾക്ക് ഒരു കുഞ്ഞാങ്ങളേ ഉള്ളൂ. ഓഹോ. അവൻ മസ്കറ്റില്ല. ആഹാ. ഞാനാ മൂത്തത്. എന്റെ താഴെ 4 പേര് കല്യാണം കഴിച്ചു കൊടുത്തു. ആ. ഇനിയുള്ളത് ഞാനാ. നിങ്ങൾ എന്താ കല്യാണം കഴിക്കാത്തത്? നിങ്ങൾ എന്താ കല്യാണം കഴിക്കാത്ത? ആള് പിടിക്കുകയാണല്ലോ. നമ്മൾ എങ്ങോട്ടാ പോണേ? ആ, വരണം വരണം വരണം. കേറണം കേറണം വരണം. എന്തിന്? അതെ. ആ കേറണം. മത്തായി ചേട്ടാ, ദോ, വണ്ടി എടുക്കണോ? വണ്ടി എടുക്കണോ? എന്താ വണ്ടി എന്താണോ? നിൽക്കണോ? വണ്ടി വൃത്തിയായിട്ടവനെ എന്നാ പണിയാ ഇവൻ കാണിച്ചേ? എടാ, നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും പെണ്ണ് കെട്ടിയടാ കൂഴത്തൊക്കെ. ഇവിടെ നീ ഞാൻ പോയി കണ്ടോളാം. കാട്ടാനെ കെട്ടിക്കോ. മുടയില്ലേലും ഞാൻ പോവേ. ഹലോ, ഹൂ സ്പീക്കിംഗ്? ഞാനാ ഗീതാ കൃഷ്ണൻ. ആ, എന്ത് വേണം? മിസ്റ്റർ ചാർലി ഉണ്ടോ അവിടെ? സോറി, ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയിരിക്കുക? മാർഗരറ്റിന്റെ വീട്ടിൽ. അവിടെ എന്താ? ഒന്നുമില്ല, അവര് ഫ്രണ്ട്സാ. അവർ തനിച്ചിരുന്ന് ബോറടിക്കുമ്പോ വല്ലപ്പോഴും പോവാറുണ്ട്. അവിടെ വേറെ ആരുമില്ലേ? ഇല്ല, അവരുടെ ഹസ്ബൻഡ് ഷാർജയിലാ. കുട്ടികളില്ല. എപ്പോ വരും? ഇനി നാളെ രാവിലെ വരൂ. ഇതെന്താ കുട്ടി ഇങ്ങനെ സംസാരിക്കുന്നേ? പിന്നെ എങ്ങനെ സംസാരിക്കണം? നിങ്ങൾ എവിടെയും ചോദിച്ചു, ഞാൻ കാര്യം പറഞ്ഞു. ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കുക. ദാറ്റ്സ് ഓൾ.